ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 10th പ്രിലിംസ് സ്റ്റേജ് 3 എക്സാം ആണ് ഇന്ന് കഴിഞ്ഞത്. അപ്പോൾ ഇന്നത്തെ എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇന്നത്തെ ചോദ്യപേപ്പറിലേക്ക് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഇത്രയും എളുപ്പമാണ് ഉദ്യോഗാർത്ഥികൾ പറയാനുള്ളതും അതേപോലെ ഏറ്റവും കൂടുതൽ പറയുന്നത് സ്റ്റേജ് 1ഉം സ്റ്റേജ് 2 എഴുതിയ ഉദ്യോഗാർത്ഥികളായിരിക്കും. അപ്പോൾ അങ്ങനെ പൊതുവെ നിലവിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ രണ്ട് സ്റ്റേജുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് മൂന്നാമത്തെ സ്റ്റേജ് ആയിരുന്നു എളുപ്പം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പറയാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളുടെ കടന്നുകയറ്റം വളരെയധികം കുറഞ്ഞൊരു എക്സാം ആണ് ഈ പറയുന്ന സ്റ്റേജ് 3. ഏകദേശം 18ഓളം ചോദ്യങ്ങൾ മാത്രമാണ് ഈ ഒരു എക്സാമിന് വന്നിട്ടുള്ളൂ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാത്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഉദ്യോഗാർത്ഥികൾക്ക് 15 മുകളിലേക്കുള്ള മാർക്ക് തുടക്കക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പോലും ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മാത്സ് വലിയ കുഴപ്പമില്ല, അതേപോലെ തന്നെ GK പോർഷൻസും വലിയ പ്രശ്നങ്ങളില്ല. ആകെ കുറച്ച് ഉദ്യോഗാർത്ഥികളെ ഒന്ന് വിഷമിപ്പിച്ചത് ഫിസിക്സിന്റെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ്. ബാക്കിയെല്ലാം തന്നെ എന്താണ് അത്യാവശ്യം നമുക്ക് പെർഫോം ചെയ്ത് പോകാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എളുപ്പം എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരു പ്രശ്നം കൂടി വരുന്നുണ്ട്. അതാണ് കട്ട് ഓഫ് എന്ത് ചെയ്യുന്നു, ഉയർന്നു വരുന്നു. ഓക്കെ, അപ്പോൾ എളുപ്പമായ ഏതൊരു എക്സാം ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചോ, അതിൻ്റെ എല്ലാം എന്തായിരിക്കും കട്ട് ഓഫ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. അതും എന്താണ് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു മീഡിയം ലെവലിലുള്ള എക്സാമുകൾ തന്നെയാണ് നല്ലതെന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ പറയുന്ന എളുപ്പമായിട്ടുള്ള എക്സാമുകളുടെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നെഗറ്റീവ് വരാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും, പ്രത്യേകിച്ച് കുറച്ച് നാളുകളായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക്. കാരണം സ്റ്റാർട്ടിംഗ് ഉള്ള ഉദ്യോഗാർത്ഥി ബിഗിനേഴ്സ് ആണെങ്കിൽ ഒരിക്കലും അവർക്ക് എന്താണ് ആദ്യമായിട്ട് കേട്ടതായിരിക്കും പല കാര്യങ്ങളും, അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യും, നേരെ പോയി ബബിൾ ചെയ്യും. പക്ഷേ കുറച്ച് നാളുകളായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്താണ് പ്രശ്നം, ഇതെല്ലാം അവർ കണ്ടതായിരിക്കും. പല ചോദ്യങ്ങളും ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഒരിക്കലും എക്സാമിന് ഇനി വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്കിപ്പ് ചെയ്ത ചോദ്യങ്ങളൊക്കെ ആയിരിക്കും പിന്നീട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ എക്സാമിന് വില്ലനായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടി എന്ത് ചെയ്യണം, ഇനി മുതൽ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ബേസ് ലെവലിലുള്ള ചോദ്യങ്ങളാണ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓപ്ഷൻ ഇല്ലാതെ തന്നെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പഠിക്കേണ്ടത്. റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പഠിച്ച് 3 മാർക്കിന്റെ നിലവിൽ ബേസ് ചോദ്യങ്ങൾ തെറ്റിച്ചാൽ നമ്മൾ ഈ ഉണ്ടാക്കുന്ന റാങ്ക് മേക്കിംഗ് അവിടെ എന്ത് ചെയ്യും, കോമ്പൻസേറ്റ് ആവും. അതിൽ ചിലപ്പോൾ കൂടുതൽ എന്ത് ചെയ്യും, നമ്മൾ റാങ്കിലേക്ക് ബാക്ക് അടിച്ചു പോകും, ചിലപ്പോൾ ആ ലിസ്റ്റിൽ പോലും വരാനായിട്ട് ചാൻസ്. അപ്പോൾ എല്ലാവരും ശരിയാക്കുന്ന ചോദ്യങ്ങൾക്ക് ഉറപ്പായിട്ട് നമ്മൾ ഉത്തരങ്ങൾ എഴുതണം. ഇനി ആരും ശരിയാക്കാത്തത് കൂടി ശരിയാക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുൻനിര റാങ്കുകളിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടും വേണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടേണ്ടാവും, ഇത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 11/2025 എന്ന് പറയുന്ന കോഡാണ്. കുറേ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തേണ്ടത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 2-3-4 ചോദ്യങ്ങൾക്ക് നിലവിൽ എന്ത് ചെയ്തേണ്ടത്, ഇപ്പോൾ ഫത്ത് ഹദൽ മുബീൻ, ഇതൊക്കെ എന്താണ് നിലവിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ചോദ്യങ്ങളൊക്കെ അപ്പീൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാൻസലേഷൻ പോകാനും ചാൻസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ വിറ്റാമിൻ, ഇതും വിറ്റാമിൻ ഉള്ളതാണ്. അപ്പോൾ അതും വേണമെങ്കിൽ എന്ത് ചെയ്യാം, അപ്പീൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാൻസലൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്, പറയാൻ പറ്റത്തില്ല. ചില ഉദ്യോഗാർത്ഥികൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, അതൊക്കെ ക്യാൻസൽ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ മാത്സ് എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഈ ചോദ്യങ്ങളൊക്കെ എന്താണ് കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പിന്നെ ഒറ്റ ഓപ്ഷൻ ഉള്ളൂ, എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്ത് കളയുക എന്നുള്ളത്. കാരണം നമ്മൾ ഇന്നത്തെ ഈ പറയുന്ന 3rd ലെവൽ എക്സാം 3rd സ്റ്റേജ് എഴുതുമ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളെ ഓരോ ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് ഞാൻ കഴിഞ്ഞ സ്റ്റേജിലും അതിക്ക് മുന്നേ വീഡിയോയിലും ഒക്കെ ചെയ്തപ്പോഴും പറഞ്ഞാണ്, ഏറ്റവും കൂടുതലായിട്ട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തതും നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് മത്സരിക്കപ്പെടുന്നതുമായിട്ടുള്ളത് നിലവിൽ ഓഫീസ് അറ്റൻഡ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. അതായത് സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്ക്. ആ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ മത്സരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടക്കുന്ന ഒരു എക്സാം ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കട്ട് ഓഫിലേക്കും അത് പോകും. പിന്നെ വേക്കൻസീസ് ഏകദേശം 500-ന് മുകളിൽ ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് എന്ന് പറയുന്നത് പ്രിലിംസ് ആയതുകൊണ്ടും എന്താണ് ഈ പറയുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഈ കഴിഞ്ഞ എക്സാമുകളും അതേപോലെ തന്നെ ഈ ഒരു എക്സാമും ഇനി അടുത്തൊരു എക്സാമും കഴിഞ്ഞ് നോർമലൈസേഷനും കഴിഞ്ഞ് ഇതിന്റെ എത്രണ്ണം ഡിലീഷൻ പോകുന്നുള്ളത് നോക്കിയിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു ഏകദേശ കട്ട് ഓഫിലേക്ക് അല്ലെങ്കിൽ കട്ട് ഓഫ് PSC നിർണ്ണയിക്കുന്നത്. അപ്പോൾ അതിക്ക് മുന്നേ നമ്മൾ പറയുന്ന ഈ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത്
ഇത് ഇങ്ങനെ തന്നെ വരാം അല്ലെങ്കിൽ ഇത് തന്നെ ആയിരിക്കും എന്നൊന്നും ഒരിക്കലുമില്ല. ഇത്രയും ചോദ്യങ്ങളുടെയും അതേപോലെ തന്നെ ഒത്തിരി ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് നമ്മൾ ചോദിച്ചതിൻ്റെയും എല്ലാത്തിൻ്റെയും പേരിലാണ് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് എന്ത് ചെയ്യുന്നത് കട്ട് ഓഫ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഒന്നുകൂടി പറയാണ്, എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിലവിൽ ഈ പറയുന്ന സ്റ്റോർ കീപ്പറോ ലാബ് അസിസ്റ്റന്റോ അതേപോലെ തന്നെ എന്താണ് ബാക്കിയുള്ള എന്താണ് പോസ്റ്റുകളെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം വളരെ വേക്കൻസീസ് കുറവാണ്, 100-ൽ താഴെ വരുന്ന പോസ്റ്റുകളാണ് അതിൻ്റെ അകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 85-ന് മുകളിലേക്ക് ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്രയും വേക്കൻസി മാത്രമാണ് അവിടെ റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളൂ. പിന്നെ വരുന്നതാണ് നമ്മൾ ഈ പറയുന്ന ഓഫീസ് അറ്റൻഡിന്റെ നിലവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് എന്താണ് ഈ ഒരു എക്സാം ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും 70-ന് മുകളിലേക്കുള്ള ഒരു കട്ട് ഓഫ് പ്രിലിംസിന് ഇത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ 70-ന് മുകളിലേക്ക് അല്ലാതെ ഒരിക്കലും താഴത്തേക്ക് പോകാനായിട്ട് ചാൻസ് ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടക്കുന്ന ഒരു എക്സാം ആണ്. അതുകൊണ്ട് തന്നെ പ്രിലിംസിൽ ഒത്തിരി ആളെ കയറ്റിയിട്ടിട്ട് വീണ്ടും എന്താണ് ഈ പറയുന്ന മെയിൻസ് വന്നു കഴിയുമ്പോൾ മെയിൻസിൽ ചിലപ്പോൾ എന്താണ് ഈ പറയുന്ന കട്ട് ഓഫ് നല്ല രീതിയിലേക്ക് ഒരു 85 ഒക്കെ വന്ന് ആ കട്ട് ഓഫ് വന്നോ, അല്ലെങ്കിൽ ഒരു 80 എബോവ് അല്ലെങ്കിൽ ഒരു 75 എബോവ് തീർച്ചയായിട്ടും വരും. അപ്പൊ ആ ഒരു ലെവലിലേക്ക് ഒരു എക്സാമിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 70-ന് മുകളിലേക്ക് മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, അടുത്ത മെയിൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. അല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ മെയിൻസിന്റെ സിലബസിന് പഠിച്ചു തുടങ്ങാം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, നിങ്ങൾക്ക് ഇനി അടുത്ത് വരാനിരിക്കുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന എക്സാം ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് അപ്കമിങ് എക്സാംസ് ആയിട്ടുള്ള ഈ പറയുന്ന ഡിഗ്രി പ്രിലിംസ് വരുന്നുണ്ട്, സെക്രട്ടേറിയറ്റ്. ഇതിന്റെ ഒക്കെ എന്താണ് നിലവിലെ ഏകദേശം സെയിം ആണ് ഈ പറയുന്ന എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ അടുത്ത വരുന്ന എക്സാമിന്, അതായത് ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണെങ്കിലും അതേപോലെ തന്നെ ഈ ഒരു നമ്മൾ സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന എക്സാമിന് പഠിക്കുമ്പോഴായാലും ഇതിന്റെ എല്ലാം സിലബസ് എന്ന് പറയുന്നത് ഏകദേശം സെയിം ആണ്. അതായത് LDയുടെ സിലബസ് 6 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ എന്തൊക്കെയാണോ കുത്തിയിരുന്ന് പഠിച്ച് കംപ്ലീറ്റ് ആക്കി വെച്ചത് അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, വീണ്ടും നമ്മൾ ഒന്ന് റീഫ്രഷ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, കിടിലമായിട്ട് തന്നെ പഠിച്ചു പോവുക. ഇതിന്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ മത്സരിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ കൂടെ കൂടാം. 10 പൈസ മുടക്കില്ല, ക്ലാസ് ഉണ്ടാവും, PDF നോട്ട് ഉണ്ടാവും, റിവിഷൻ ഉണ്ടാവും, അതേപോലെ തന്നെ എന്താണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. 10 പൈസ മുടക്കാതെ നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ ജോയിൻ ചെയ്തോ. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, താഴെ ടെലഗ്രാമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അതിലൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും PDF നോട്ടും ഡീറ്റെയിൽസ് എല്ലാം അവിടെ ലഭ്യമാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ളൂ. അപ്പൊ ഇന്നത്തെ ഒരു എക്സാമിന്റെ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന ആ ഒരു എക്സാമിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്ക് 70-ന് മുകളിലേക്ക് ഉറപ്പായിട്ടും പ്രഡിക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇത് എൻ്റെ മാത്രമാണ്, ഇതിൻ്റെ അകത്ത് കൂടാം കുറയാം എന്ത് വേണം സംഭവിക്കാം കേട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഇനി എത്ര മാർക്ക് ഇവിടുന്ന് പോകും കുറയും ഇതൊന്നും പറയാൻ പറ്റത്തില്ല. ഇനി ഈ പറയുന്ന നിലവിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്ന ചോദ്യങ്ങൾ ഡിലീഷൻ ആവുമോ അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിലാണ് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. പരമാവധി ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇടുമ്പോൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. കാരണം ഓരോ ദിവസവും എന്താണ് 100 മാർക്കിലുള്ള ഒരു ചോദ്യപേപ്പർ പോലും ഉദ്യോഗാർത്ഥികൾക്ക് കേരള PSCക്ക് ഇപ്പോൾ തരാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ സ്ഥിതികളിലേക്കാണ് പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇനി കൂടുതലായിട്ടൊന്നും ഇതിൻ്റെ ആൻസറിലേക്കൊന്നും പോകുന്നില്ല. കാരണം നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ ആൻസറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമുക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പോയി എന്ത് ചെയ്യുക, കാണാനായിട്ട് ശ്രമിക്കുക, എന്നിട്ട് ഒന്ന് ആൻസർ ചെയ്യുക. ഓരോ എക്സാമുകളും നമുക്ക് പുതിയ പുതിയ എന്താണ് അനുഭവങ്ങളും വഴിത്തിരിവുകളും നമ്മുടെ പോരായ്മകൾ എന്താണെന്നുള്ള മനസ്സിലാക്കലുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് എക്സാം എഴുതാതിരിക്കരുത്. എക്സാം എഴുതാത്ത നിലവിൽ ഇത് എഴുതാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ വെച്ച് 1.25 മണിക്കൂർ സെറ്റ് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതേപോലെ തന്നെ നാളത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് 26-ാം തീയതി, നാളെ ഞായറാഴ്ചയാണ് 10 മണിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് യൂട്യൂബിൽ വരുന്നതായിരിക്കും, നോട്ട്സ് അതിനുശേഷം ടെലഗ്രാമിലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ച് നിർത്തുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.